തൃശ്ശൂർ എവിടെയാ പ്രോപ്പർ സ്ഥലം? തിരൂര്. അടുത്തുനിന്ന് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് എന്നെ ട്രസ്റ്റ് ചെയ്ത് വന്നയാളാണ്. വിളിച്ച് സംസാരിച്ച് എന്താ ഹെയറിന്റെ പ്രശ്നം പറയൂ. പിന്നെന്താ നിറയെ മുടിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പോയി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ പോയി തുടങ്ങി. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ അത് ഇതൊക്കെ അങ്ങനെ പോയി പിന്നെ കുറെ നമ്മൾ കെയർ ചെയ്യാനുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇത്രയും എത്തി. ഈ സ്കാൽപ്പൊക്കെ ഒന്ന് ഫില്ലാണ് സത്യത്തിലാണ്. അതാണ് മെയിൻ ആയിട്ട്. ഒന്ന് ചെറുതായിട്ട് മുന്നേരും. പിന്നെ അത് കൂടാതെ ഇപ്പൊ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് സ്കാൽപ്പ് ഫില്ലായി തലയോട്ടി കാണാത്ത പോലെ ആവണം. പിന്നെ മുടിയുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ പ്രൈയും ഫ്രിസും ആണ്, ഡാമേജ് ഉണ്ട്, ബ്രേക്കേജ് ഉണ്ട്. അതെല്ലാം ഈ കൂടെ മാറിയാൽ വളരെ സന്തോഷം. പിന്നെ വന്നിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണം, ഉള്ള മുടിയും കുറച്ച് നല്ല തിക്കായിട്ട് നീളം വെക്കണം, സ്കാൽപ്പ് ഫില്ലിന് കൂടാതെ നമ്മുടെ ഡോക്ടർമാരെ എപ്പോഴും പറയാം അല്ലെ, ഡോക്ടേഴ്സിനെയാണ് നമ്മൾ എപ്പോഴും അങ്ങനെ പറയാം, ദൈവത്തിന്റെ കൈകളോ അവരിലൂടെയാണ് വരുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത്രയും സമയം ഇവിടെ ഇരുന്നപ്പോ എനിക്ക് ഉള്ളിൽ തോന്നിയൊരു ഇതാണ്, ഇത്രയും സമയം അങ്ങനെ നമ്മൾ എന്താ പറയാ ക്ഷമയോട് കൂടി ഞാൻ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഒരു അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫേഷ്യലായാലും ഏതായാലും കാര്യം കഴിയാ 1 മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ വിടുക എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും ടൈം എടുത്ത് ഇത് നമ്മൾ വന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മനസ്സിലായി അതിന് പിന്നിലുള്ള ഒരു എഫർട്ടും ഇതൊക്കെ. മനസ്സിന്റെ നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, ഒരു വർക്ക് ചെയ്തോളൂ അതിൽ റിസൾട്ട് വരിക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോട് സത്യമായിട്ട് ഞാൻ അത്രയും മനസ്സ് വിഷമമായിട്ടാണ് ഞാൻ വന്നത്. അന്ന് വിളിച്ചപ്പോഴേ വന്ന ആളാണ്. സ്കാൽപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് മേക്ക് ഓവർ, അതിൽ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് മേക്ക് ഓവർ പറഞ്ഞത്. പിന്നെ വന്ന് ഉദ്ദേശിച്ച് വന്ന പോലെ ആയോ? മുടിയുടെ ബാക്കിയുള്ള മേക്ക് ഓവർ എല്ലാം ഓക്കെയാണ്. ഇനിയുള്ളത് റിസൾട്ട് 7 ഡേയ്സിനകത്ത് ഇത് ഫില്ലായി കിട്ടണം. ഫില്ലായി കിട്ടുമെന്ന് വിശ്വാസമുണ്ട്, അതുകൊണ്ടല്ലേ വന്നത്. ഫില്ലായി കിട്ടണം, വേറെ ഒന്നുമില്ല. നമുക്കിനി സെക്കൻഡ് സിറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക് ഇത് ഫില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ നൈറ്റ് ചിലപ്പോൾ ബാക്കിയുടെ തടിപ്പ് തുടങ്ങും, നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഇതില്. പിന്നെ ഇത് മാത്രമാണ്, ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഈ ഒരു ഭാഗത്ത്. പരോപേക്ഷ പോയതുപോലെ ഒരു ഫീലാണിത്. പക്ഷെ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ റൂട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും വരും. ഇതെന്തായാലും അഷ്വേർഡ് ആണ്. അത് കാരണം ഇപ്പൊ കാണുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ മുട്ടയായിട്ടിരിക്കുന്ന വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ റിസൾട്ട് വരും. ഇതിന് ഈ ഭാഗം ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്.